ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ക്രിയേഷൻസ് ഫോർ ലൈറ. ഞാൻ സൽമ അമീർ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ക്യാൻവാസ് എടുത്ത് ഇതുപോലെ ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ ഒരു റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ 1 ഇഞ്ച് തന്നെ ആക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ നെക്കിന് ഇത്രയേ വേണ്ടൂ, അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് എടുത്തു എന്നുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് താഴോട്ട് ഇതുപോലെ ലെങ്തിയായി ഒന്ന് വരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്താണ് ടാപ്പിൽ. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട പീസാണല്ലോ നമ്മുടെ ക്യാൻവാസ്, അത് നിർത്തി വെക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കിട്ടണം. ആ 1 ഇഞ്ച് ആയാലാണ് അതിന് ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഇതുപോലെ ഞാൻ വരച്ചെടുത്തേക്കാണ്. താഴത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മൾ വരച്ചെടുത്ത അതേ വരയിലൂടെ തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. താഴെ നിന്നും മേലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പുറത്തെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, അത് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് അകത്തെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അതാണ് കൂടുതൽ സൗകര്യം കട്ട് ചെയ്യുമ്പോൾ. അതിനുശേഷം ഉള്ളിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊരു തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം. നമ്മൾ തുണിയുടെ ചീത്തവശത്ത് വെച്ചാണ് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ക്യാൻവാസിലേക്ക് ആ തുണി മടക്കി തയ്ച്ചു കൊടുക്കാം. തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് എൻഡിലൂടെ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ തയ്ച്ച് നമ്മൾ മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ കോർണേഴ്സൊക്കെ എത്തുമ്പോൾ ഒരു കട്ടിങ് കൊടുക്കാം. നമുക്ക് അവിടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അത് മടക്കി വെച്ച് കൊടുക്കുക. എങ്കിൽ മാത്രം അവിടെ കട്ട് ചെയ്താൽ മാത്രമേ നല്ല ഭംഗിയിൽ അത് മടങ്ങി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ കോർണേഴ്സ് എല്ലാം കുത്തി നിർത്തി തിരിച്ചു കൊടുത്ത് കൊണ്ട് തന്നെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഈ എൻഡ് എത്തുന്ന സമയത്ത് നമ്മൾ അവിടെയും ഇതുപോലെ മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ. കൃത്യമായി വളയാതെയും മടങ്ങാതെയും ഒക്കെ കൃത്യമായി നല്ല ഭംഗിയിൽ തന്നെ മടക്കി വെച്ച് കൊടുക്കുക. ആ ഷേപ്പൊന്നും പോവാതെ ഇതുപോലെ മടക്കി വെച്ച് തയ്ച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അവസാനം വരെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ കാണിക്കുകയാണ്. നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക, എങ്കിൽ മാത്രമേ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കാണിച്ചത് തന്നെ എപ്പോഴും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും കാണിച്ചത് തന്നെ കാണിക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു തുണി എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടും കൂടി നമ്മൾ വെച്ച് തയ്ച്ചെടുക്കുകയാണ്. നമ്മൾ വെച്ച് തയ്ക്കുന്ന ആ തുണിയുടെ ചീത്തവശത്താണ് നമ്മൾ നെക്ക് വെക്കേണ്ടത്. കാരണം നമുക്ക് ചീത്തവശത്ത് നിന്ന് ഫ്രണ്ടിലേക്കാണ് നമ്മുടെ നെക്ക് മറച്ചിടേണ്ടത് കേട്ടോ. ഇതുപോലെ ഉള്ളിലെ തുണി കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ മറച്ചിടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഞാൻ മറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ്, അതായത് നമ്മുടെ നെക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെയാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഇതുപോലെയാണ് നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ആ ലെങ്ത് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കൃത്യമായി നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ ആ തുണിയിൽ മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അത് നീങ്ങിപ്പോകും. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ക്രോസ് പീസിനെ നമ്മുടെ നെക്കിൻ്റെ ഈ എൻഡിൽ വെച്ച് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ആ ക്രോസ് പീസ് ഇതുപോലെ മടക്കി വെച്ച് പൈപ്പിംഗ് തയ്ച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മടക്കി വെച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്ത് നമ്മൾ അവിടെ പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഡബിൾ പൈപ്പിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ പൈപ്പിംഗ് ഈ പോർഷനിൽ എത്തുമ്പോൾ നമുക്ക് ഈ പൈപ്പിങ്ങിൻ്റെ ഈ ഭാഗം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് മടക്കി വയ്ക്കാം. അല്ലെങ്കിൽ അത് മടങ്ങി കിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ അത് മടങ്ങി കിട്ടില്ല, അവിടെ പൊന്തി നിൽക്കും. അതിനാണ് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ മറക്കേണ്ട, അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എൻഡ് ഭാഗത്ത് നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് കുത്തി നിർത്തി ഇതുപോലെ തന്നെ മടക്കി തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അവസാനം വരെ ആ പൈപ്പിംഗ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ പൈപ്പിംഗ് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പൈപ്പിംഗ് നമ്മൾ തയ്ച്ചെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് നെക്കിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. നെക്കിൽ പൈപ്പിംഗ് ചെയ്യുന്ന വിധമെല്ലാം നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകൾ പോയി കാണാം, പിന്നെയും പറയണം ആദ്യത്തെ ക്ലാസ്സുകൾ കാണാം. ഇതുപോലെ നമ്മൾ നെക്കിലും പൈപ്പിംഗ് വെച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വീതിയോ 1.5 ഇഞ്ച് നീളവും ഉള്ള കുറച്ച് കഷ്ണങ്ങൾ ഇതുപോലെ നമുക്ക് ആ ബ്ലാക്ക് തുണിയിൽ തന്നെ ഞാൻ വെട്ടിയെടുക്കാണ്. ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അതിനുശേഷം ഇതുപോലെ ഞാനതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു, അതായത് ഇതുപോലെ ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്നുകൂടെ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ നമ്മൾ ക്രോസ് ആക്കി മടക്കുക, എന്നിട്ട് ഫോൾഡ് ചെയ്ത ഈ ഭാഗം ഒന്നുകൂടെ നമ്മൾ മടക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. വീണ്ടും അടുത്ത തുണി എടുക്കുക, ഇതുപോലെ നമ്മൾ ക്രോസ് ആക്കി മടക്കുക, ഫോൾഡ് ചെയ്ത ഭാഗം ഒന്നുകൂടെ മടക്കുക, നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ ആവശ്യമുള്ളത് അത്രയും നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ തുണി വെട്ടി തയ്ച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇന്ന് ചെയ്യുന്നത് വേറെ ഒരു ഡിസൈനാണ്, അത് ഞാൻ ഇവിടെ കാണിക്കാം. ഇതുപോലെ നമ്മൾ ട്രയാങ്കിൾ പോലെ മടക്കിയെടുത്തു. അതിനുശേഷം ഈ ഫോൾഡ് ചെയ്ത് നിൽക്കുന്ന 2 ഭാഗവും ഇതുപോലെ അകത്തേക്ക് ഞാൻ മടക്കി വയ്ക്കുകയാണ്. ഒരു തവണ കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ തുണിയെടുത്ത് ക്രോസാക്കി മടക്കുക, അതിനുശേഷം ഫോൾഡ് ചെയ്ത ഭാഗം ഒന്നുകൂടി നമ്മൾ മടക്കി കൊടുക്കുക. ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ 2 ഫോൾഡ് ചെയ്ത ഭാഗവും നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ പകുതി മടക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇതുപോലെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മെഷീനിൽ വെച്ച് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഞാൻ ഇന്ന് ഇതുകൊണ്ടാണ് നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിട്ടായാലും ചെയ്യാം. രണ്ടും ഭംഗിയാണ്, പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഇതാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ ഞാൻ എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നെക്കിൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ട്രയാങ്കിൾ വെക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ നമ്മൾ ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഇതുപോലെ പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം പൈപ്പിങ്ങിന് അടിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്ച്ചെടുത്തില്ലേ, അത് നമുക്ക് പുറത്ത് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം മാത്രമേ കാണേണ്ടതുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ വേറൊരു ഭംഗിയാണ്. ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് നെക്കിന് വെവ്വേറെ ലുക്കാണ് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. ഞാനിന്ന് പക്ഷേ ഇതുകൊണ്ടല്ല ഡിസൈൻ ചെയ്യുന്നത്. ഞാനിന്ന് ചെയ്യുന്നത് നമ്മൾ തയ്ച്ചെടുത്ത ഈ പീസ് വെച്ചാണ്, ഈ ഷേപ്പ് വെച്ചാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ പൈപ്പിങ്ങിനടിയിലേക്ക് ആ തുമ്പ് ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ തയ്ച്ച ഭാഗം പുറത്ത് കാണരുത്, അത് ഉള്ളിലാക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ചെയ്തെടുക്കേണ്ടത് നെക്കിൻ്റെ താഴെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് എങ്ങനെയാണ് ഇത് വെക്കുന്നത് എന്ന് നോക്കാം. ഇതുപോലെ ഇവിടെ വെച്ചാണ് നമ്മളിത് തയ്ച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ വെച്ച് നമ്മൾ നല്ല ഭംഗിയിൽ ഇത് അടുപ്പിച്ച് വെച്ച്, വളരെ അടുപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മേലെ നിന്ന് താഴേക്ക് അടിക്കണം. നിങ്ങൾക്ക് ഈ ഡിസൈൻ കാണുന്നുണ്ടോ? നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് ബ്ലാക്കിലായതുകൊണ്ട് അത്രയും ഭംഗിയിൽ അറിയണില്ല. വേറെ കളറൊക്കെ ആകുമ്പോൾ ഇത് ഒന്നുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മേലെ നിന്നും താഴേക്ക് ഇതുപോലെ പതിച്ചടിച്ച് കൊണ്ടുവരാണ്. ഇതുപോലെ ആ തുണിയിൽ നമ്മളുടെ ക്യാൻവാസ് നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരാണ് ചെയ്യുന്നത്. നമ്മൾ താഴെ മുതലാണ് നമ്മളുടെ ഡിസൈൻ തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സൂചി കുത്തി നിർത്താണ് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് വെച്ച് ആദ്യം നമ്മുടെ ഈ പീസ് ഇതിനടിയിൽ വെച്ച് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ മാറിപ്പോവാതെ നോക്കണം. നമ്മൾ കൃത്യമായി അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് തന്നെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചോളൂ അവിടെ, അല്ലെങ്കിൽ അത് മാറിപ്പോവും, സെൻറ്ററിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ ചെരിഞ്ഞിരിക്കും, ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുക. ആദ്യം ഒരെണ്ണം തയ്ക്കുക, അത് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും അടുത്തത് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കുക. ആ സമയത്ത് സെൻറ്റർ ഭാഗം മാറാതെ തന്നെ നമ്മൾ അവിടെയും ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത്ര ഭംഗിയുള്ള നെക്കൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇതൊരു കുർത്തിയിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാമായിരുന്നല്ലോ എന്ന്.
കാരണം ഞാനിതുപോലെ ഒരു പീസിൽ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങളും അതുപോലെ പീസിൽ ആദ്യം ചെയ്ത് പഠിച്ചാൽ മതി എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നെക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നൈറ്റി തുണി എടുത്ത് നമുക്കതിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഇത്രയും സമയം നമ്മൾ ഇതിന് വേണ്ടി മെനക്കെടുമ്പോൾ അതൊരു ഉപകാരത്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിതിൻ്റെ എൻഡ് വരെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇത്രയും സ്ഥലത്ത് മാത്രം വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഫുള്ള് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ 2 സൈഡിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ നെക്കിൻ്റെ മേലെ തൊട്ട് നിങ്ങൾക്ക് വെച്ച് തുടങ്ങാം. ഇതുപോലെ നമ്മളത് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ പതിച്ചടിച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പതിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം പതിച്ചടിച്ച്. ഇപ്പോൾ നമ്മൾ തയ്ച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ തയ്ച്ച് എൻഡ് വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് കുർത്തിയിലൊക്കെ തയ്ച്ചിട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കണ്ട. നിങ്ങളാരും ചെയ്യാറില്ല, അപൂർവം ചിലർ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്കതൊരു പരാതിയായിട്ട് നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.